ആണ് നിങ്ങൾ നടത്താൻ പോകുന്ന തുടർ നീക്കങ്ങൾ? ഇക്കാര്യത്തിൽ CPM കൂടി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു. അല്ല, ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ മന്ത്രി പ്രസാദിന്റെ നൂറിനാട് വീടിന് മുൻപിൽ നടത്തിയത് ഒരു പ്രതിഷേധം ആയിരുന്നില്ല. മറിച്ച് ഈ ഭാരതമാതാവിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ എത്രമാത്രമുണ്ട് ഈ നാട്ടിൽ. കാരണം മന്ത്രി പ്രസാദ് എന്നുള്ളത് ഈ നാട്ടിലെ ഭാരതമാതാവിനെ എതിർക്കുന്നവരുടെ മന്ത്രിയാണോ ഭാരതമാതാവിനെ അംഗീകരിക്കുന്നവരുടെ മന്ത്രിയാണോ എന്നുകൂടി ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഭാരതാംബയെ അവഹേളിക്കുന്ന ഒരു നിലപാടുണ്ടായപ്പോൾ അതിനെതിരായ ദേശസ്നേഹികൾ എങ്ങനെയാണ് ഞങ്ങൾ ഭാരതമാതാവിനെ കാണുന്നത്, ഞങ്ങളുടെ വികാരം എന്താണ് ഭാരതാംബയോട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് ഭാരത് മാതാ പൂജ എന്ന പേരിൽ ഇന്നവിടെ സംഘടിപ്പിച്ചത്. പക്ഷേ അതിനിടയിലേക്ക് ചില CPIയുടെ പ്രവർത്തകന്മാർ കടന്നു കയറി അത് അലങ്കോലമാക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ അത് നടന്നില്ല. അവിടെ പരിപാടികൾ വിജയകരമായി നടന്നു. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരിപാടികൾ വീണ്ടും വികലമാക്കുന്നുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമം തീർത്തും അപലപനീയമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി ആരെയെങ്കിലും വ്യക്തിപരമായി അവഹേളിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നുമായിരുന്നില്ല. വന്ദേമാതര ഗാനം പാടി ഭാരത് മാതാവിന്റെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തുന്നതിൽ എന്തിനാണ് ഇടതുപക്ഷത്തിന് ഇത്ര ഹാലിളകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സന്ദീപ്, പക്ഷേ നിങ്ങൾ കേൾക്കുന്ന നിലപാടിനേക്കാൾ അല്പൂടി വ്യക്തതയുള്ള നിലപാട് ഇക്കാര്യത്തിൽ CPI സ്വീകരിച്ചിട്ടില്ലേ? കാരണം ദേശീയ പതാകയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകം. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ ആദരിക്കേണ്ടത്, മറ്റു വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന CPIയുടെ ഒരു ക്യാമ്പയിൻ ഇന്ന് തന്നെ നടക്കുകയാണ്. കൂടുതൽ വ്യക്തത CPIയുടെ നിലപാടിനല്ലേ ഉള്ളത്? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് CPIയുടെ പരിമിതമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുണ്ടായ നിലപാടാണ് അത്. CPIയും CPIM-ഉം, കാരണം CPI പിളർന്നാണല്ലോ CPIM ഉണ്ടാകുന്നത്. CPI ഈ ഭാരതത്തിൽ രൂപം കൊണ്ടത് 1925-ലാണ്. അപ്പൊ 1925 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിലും നാം ഈ സംസാരിക്കുന്ന 2025 കാലഘട്ടത്തിലും അവർ ഭാരതം എന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം. ദേശം, ദേശീയത എന്നീ സങ്കല്പത്തെ അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് എവിടെ നിന്നാണ് ദേശീയ പതാക എന്ന സങ്കല്പം ഉണ്ടാകുന്നത്? അല്ല, അത് CPM-ന്റെ നിലപാടല്ലേ? CPIക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടല്ലോ. അല്ലല്ല, CPIയുടെ നിലപാടാണ് അതായത് 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ CPIയുടെ സെക്രട്ടറി ആയിരുന്ന PC ജോഷി, അതിനുശേഷം കാലം മാറി CPI ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. അവർ പാർട്ടി ഓഫീസിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തുന്നു. അത് CPI കുറെ വർഷങ്ങളായി അത് ആ രീതി ശീലിച്ചു വരികയാണ്. അതുകൊണ്ട് CPIക്ക് അക്കാര്യത്തിലുള്ള ഒരു വ്യക്തമായ നിലപാടില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞു, ഇന്ന് ദേശത്തെയോ ദേശീയതയോ അംഗീകരിച്ചിട്ടില്ല. ദേശീയതയോ ദേശീയ പതാകയോ ഈ രാഷ്ട്രം എന്ന സങ്കല്പത്തെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ. ഈ രാഷ്ട്രത്തെ 16 കഷണമാക്കണമെന്നായിരുന്നല്ലോ അവരുടെ പ്രമേയം. അങ്ങനെയുള്ളവര് ഇന്ന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വീണ്ടും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ സ്വീകരിച്ചാൽ എവിടെ നിന്നെങ്കിലും 4 വോട്ട് കിട്ടുമെന്ന ഒരു വികാരം മാത്രമാണ് അവരെ നയിക്കുന്നത്. അതാണ് P പ്രസാദിനെ നയിക്കുന്നത്. കാര്യം പ്രസാദ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ആലപ്പുഴ ജില്ലയിലുള്ള SDPI നേതാക്കന്മാരുടെ അതിനകത്ത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ വിമർശമുണ്ട്. CPI പ്രസാദിന്റെ SDPI അനുകൂല നിലപാട് മുസ്ലിം തീവ്രവാദികളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിനെതിരെ മുന്നണിയിലും പാർട്ടിയിലും വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം, ഈ P പ്രസാദിനപ്പുറം മുഖ്യമന്ത്രിയൊന്നും ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഇന്ന് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ആ തരത്തിലേക്ക് പോയേക്കാം. അങ്ങനെയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് നിങ്ങളും അന്ന് CPM-ഉം ഒക്കെ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ അന്നും തന്നെ ചർച്ചയായതാണ്. സമാനമായ നീക്കങ്ങൾ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി പറയാനിരിക്കുന്ന നിലപാടിനെ നിങ്ങൾ കാത്തിരിക്കുകയാണോ? അല്ല, മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാമല്ലോ. മുഖ്യമന്ത്രിയും ME ഗോവിന്ദനായാലും ഇപ്പോഴുള്ള ബിനോയ് വിശ്വമായാലും ഇവര് രാഷ്ട്രവിരുദ്ധ നിലപാടല്ലാതെ എന്താ സ്വീകരിക്കാൻ പോവുക? ഏതെങ്കിലും തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ എത്രയേറെ ദേശീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായി. എപ്പോഴെങ്കിലും ഒരു ദേശാനുകൂല സന്ദീപിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ P സന്തോഷ് കുമാർ MP രാജ്യസഭയിലെ CPIയുടെ കക്ഷി നേതാവ് കൂടിയാണ്. ശ്രീ P സന്തോഷ് കുമാർ, മന്ത്രി P പ്രസാദിന് ജമാഅത്തെ ഇസ്ലാമിയുമായും തീവ്രവാദ വിഭാഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന വലിയ ആരോപണം പോലും BJP ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ